എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? മെലിഞ്ഞ് അല്ലേ? മെലിഞ്ഞോ? അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആണോ? ബബൂഷിന് സ്കൂള് തുറന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം പ്രഗ്നൻസി നമ്മൾ പറഞ്ഞല്ലോ പെട്ടെന്നായിരുന്നു. അതിന്റെ തിരക്കിലും കാര്യങ്ങളായിട്ട് ഇപ്പം ഇനി തിങ്കളാഴ്ച തൊട്ടാണ്. ഒരു മിനിറ്റ്, ഞങ്ങളൊരു പാട്ട് പാടുന്നുണ്ട്. ഇതേത് ഭാഷ? ഇന്ന് പോയിട്ട് ബബൂഷിന്റെ മുടിയൊക്കെ വെട്ടി ബബൂഷിന്റെ മുടിയൊക്കെ വെട്ടിച്ച് ഇനിയിപ്പം ബബൂഷിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ ഇവിടത്തേക്ക് കുറച്ച് തുടക്കുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി ഒന്ന് ഇറങ്ങാൻ വേണ്ടി നമ്മളൊന്ന് പ്ലാൻ ഇട്ടതാണ് അല്ലേ? പാല് നമ്മൾ പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വേഗം ഇറങ്ങിയിട്ട് അതിന്റെ ടൈം കഴിയുന്നതിന് മുന്നേ വേഗം ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടിയെത്തണം. ബേബീനെ ഇപ്പൊ പുറത്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് ബേബീനെ വീട്ടിലാക്കിയിട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയാ ബബൂഷ, നമുക്ക് പുറത്ത് പോവാ? അപ്പം ബബൂഷ നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് വരാം. ഓക്കെ? വാവ ഇപ്പം അങ്ങോട്ട് പോയില്ല കോൾ ചെയ്ത്. അപ്പം അവിടെ പോയി നോക്കുമ്പോൾ ആൾ സങ്കടപ്പെട്ടിരിക്കുക. സംഭവം എന്താ വെച്ചാൽ ആളുടെ ബ്രദറ് വിളിച്ചിട്ട് സങ്കടം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അടുത്തൊരു മൊബൈൽ ഷോപ്പ് ഇട്ടിരുന്നു റീചാർജിൻ്റെ ഒക്കെ, അതിപ്പം പൂട്ടാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു പൂട്ടുന്നതിന് മുന്നേ ഞാൻ പറയുന്നൊരു കാര്യം ചെയ്യും. സംഭവം എന്താ വെച്ചാൽ ഞാനൊരു ആപ്പിനെ പറ്റി പറഞ്ഞു, ക്രൗഡ് റീചാർജ് ആപ്പ്. അതിലൂടെ റീചാർജുകളൊക്കെ ചെയ്തിട്ട് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലാവിധ മൊബൈൽ റീചാർജുകൾ, ഡിഷ് റീചാർജൊക്കെ ഈ ഒരു ഒറ്റ ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ റീചാർജ് ചെയ്യാം. ഇത് മെയിൻലി ഷോപ്പ് ഓണേഴ്സിനെ ഗുണം ചെയ്യട്ടെ ഈ ഒരു ആപ്പ്. നോർമൽ ആൾക്കാർക്കല്ല, ഷോപ്പ് ഉടമകൾക്ക് ഇത് എന്തായാലും വർക്കാം. കാരണം ഒറ്റ ട്രാൻസാക്ഷനിൽ അപ് ടു 3.25 ആയിട്ട് കമ്മീഷൻ. നമ്മൾ എത്രത്തോളം റീചാർജുകൾ ചെയ്യുന്നു അതിലൂടെ നമുക്ക് ഒരുപാട് പ്രോഫിറ്റുകൾ ഉണ്ടാക്കാം. അപ്പോൾ ആൾ പിന്നെ എന്നോട് ചോദിച്ചത് ഇത് സേഫ് ആണോ എന്ന്. ഇത് അബ്സല്യൂട്ട്ലി സേഫാണ്. എന്ന് വെച്ചാൽ BBPS സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഭാരത് കണക്ട് ഓതറൈസ്ഡും വെരിഫൈഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ 24/7 കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. ഞാനപ്പം അവനോട് പറഞ്ഞു ഇപ്പം തന്നെ അവനെ വിളിച്ചിട്ട് ഈ ആപ്പിനെ പറ്റി പറ. എന്തായാലും എന്ന് വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്യുക, ലൈഫിൽ വിട്ടുകൊടുക്കാത്ത. ഇപ്പോൾ എന്തെങ്കിലും എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആളുടെ പ്രശ്നത്തിന് ഇത് നല്ലൊരു സൊല്യൂഷനാണ്. ഇപ്പം തന്നെ വിളിച്ചു പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പോയതാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഷോപ്പ് ഓണേഴ്സ്, അവർക്ക് പറ്റിയൊരു ആപ്പാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ മൊബൈൽ റീചാർജ് കട, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു മൊബൈൽ റീചാർജ് കട നമുക്ക് തുടങ്ങാമല്ലോ. അതിന് വലിയ ചിലവുകൾ വരുന്നില്ല. അപ്പം ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ആ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാം. അപ്പോൾ ഇതൊരു എക്സ്ട്രാ ബെനിഫിറ്റാണ്. നമുക്ക് റീചാർജ്, ഡിഷ് റീചാർജ്, ബിൽ പേയ്മെൻറ്റ്സ് എല്ലാം ഇതിലൂടെ ചെയ്യാം. അപ്പം എല്ലാ ട്രാൻസാക്ഷനും കമ്മീഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. വാവേ പോവാ? റെഡിയാണല്ലോ? ആളോട് നീ ഫോൺ വിളിച്ച് പറ. അപ്പം ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ? അപ്പോൾ വാവേ ബാഗൊക്കെ എടുത്തോ? പോവാ? കമോ. എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? മെലിഞ്ഞ് അല്ലേ? മെലിഞ്ഞോ? എന്ന് വെച്ചാൽ പ്രഗ്നൻസി സമയത്ത് കുറച്ച് തടിച്ചിരുന്നു, ഇപ്പൊ ഒന്ന് മെലിഞ്ഞ്. എന്നോട് ഷോർട്സിൽ ഇങ്ങനെ കമന്റ് കണ്ടിരുന്നു, ചേച്ചി എന്താ മെലിയാൻ വേണ്ടി ചെയ്തത്. ഓ ഹലോ ഹലോ. എന്താ നീ മെലിയാൻ വേണ്ടി ചെയ്തു? രാത്രി ഉറക്കം ഒഴിച്ചാൽ മതി, നമ്മൾ നല്ല മെലിഞ്ഞോളൂ. പറഞ്ഞപ്പോ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നില്ല, ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, ന്യൂ ബോൺ വന്നു കഴിയുമ്പോൾ. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ സമയമില്ല, നമുക്ക് പോയിട്ട് വരാം. കുറച്ച് ദിവസമായി വാവ പറയുന്നു ഇങ്ങോട്ട് മാറിയതിന് ശേഷം ബബ്ലുവിനെ കൂട്ടിയിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന്. കാരണം ബബ്ബുവിനും വാവയ്ക്കും ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഞാനൊരു ചോക്ലേറ്റ് ലവറല്ല, പക്ഷെ വാവേ ബബ്ലുവിന് ചോക്ലേറ്റിൻ്റെ ആളാണ്. അപ്പം വാവ കോഴിക്കോടേക്ക് മാറിയ തൊട്ടിട്ട് ബബ്ലുവിനെ കൂട്ടി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവിടെ പോയിട്ട് ചോക്ലേറ്റ് കഴിക്കാം. കുറെ ദിവസമായി നമ്മൾ വിചാരിക്കുന്നു ബബ്ലുവിനെ കൂട്ടി പോകണമെന്ന്. ഇപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആയത്.
അപ്പൊ സെറ്റല്ലേ? ഞാനും ബാബയും കുറേ ദിവസം ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്ന് വെച്ചാൽ ബബ്ലൂസിൻ്റെ കൂടെ നൈറ്റിൽ കറങ്ങണം. അപ്പം ഇങ്ങോട്ട് മാറിയ സമയത്ത് അന്ന് രാത്രി തന്നെ നമ്മൾ എന്തായാലും അതിന് ഇറങ്ങിയിൽ ഭയങ്കര സന്തോഷം. കാരണം നമുക്ക് ബബ്ലൂസിൻ്റെ കൂടെ മാക്സിമം ടൈം കൊടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ, പിരമിഡ് അങ്ങനത്തെ ചോക്ലേറ്റിൻ്റെ ഒരു ഐറ്റംസ് ആണ് ഇവിടെ. അപ്പം ബബ്ലൂസിനും വാവയ്ക്കും ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളതൊക്കെ ടേസ്റ്റ് ചെയ്തു. സത്യം പറയട്ടെ മത്ത് പിടിച്ചു എന്നൊക്കെ പറയാം ചോക്ലേറ്റ് കയറിയിട്ട്. പക്ഷേ നമ്മൾ ആ ഒരു ടൈമാണ് ഫാമിലിക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തിയ ടൈം. ഭയങ്കര സന്തോഷമായി ലൈഫിലൊക്കെ. ഞങ്ങളും ഇങ്ങനത്തെ ടൈമുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അടുത്ത കുഞ്ഞിനും കൂടി ഒന്ന് റെഡി ആയി നമ്മളെല്ലാവരും കൂടി അടിച്ചു പൊളിക്കുമ്പോഴുള്ള സന്തോഷം ഇപ്പം തന്നെ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബബ്ലൂസ് കുറച്ച് ഡാൻസും കാര്യങ്ങളും അവനവൻ്റെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അന്നേരം അവൻ്റെ കളിയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നില്ലേ ഇങ്ങനെ മധുരം ഒരുപാടുള്ളതിനെ കൊണ്ട് തന്നെ ഇവർ ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ടൊരു കോഫി അല്ല ടീ, ബ്ലാക്ക് ടീ മധുരം ഇടാത്തത് തരും. അത് ഇതിൻ്റെ കൂടെ കുടിക്കുമ്പോൾ ഒരു വൈബാട്ടോ. നല്ല ഇഷ്ടമായോ? ആള് എന്തെല്ലോ കുത്തി കളിക്കുക കാറിൽ. അതാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാവേ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോവാം. വേഗം പോവാ. ഇപ്പം മാറിയ സ്ഥലത്തേക്ക് ഒന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോയി അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ ബബ്ലൂസിന് സ്കൂളിലേക്ക് പോകേണ്ട സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ നോക്കിയിട്ടൊന്നും നമ്മൾ വിചാരിച്ചെല്ലാം കിട്ടിയിട്ടില്ല. പിന്നെ ബബ്ലൂസ് ആണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഷോപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി പല്ല് തേക്കാൻ പേസ്റ്റ് വേണ്ട അച്ഛാ അമ്മയെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ എടുത്ത് ബാസ്ക്കറ്റിലിടും. അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ചെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടാണ്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. ആവേ എന്ത് പറ്റി സങ്കടപ്പെട്ടിരിക്കുന്നു? വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ലല്ലേ? പേടിക്കണ്ട, നമുക്ക് നാളെ കൊയിലാണ്ടി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാം. ഓക്കെ, നാളെ കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലേ സ്കൂള്. അപ്പം അന്നേരക്കെല്ലാം സെറ്റാവും. ഇന്നലത്തെ സങ്കടമൊക്കെ ഒഴിവാക്കിയതാണ് നമ്മളിതാ ഇന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാം. ബബുഷിന്റെ ബോക്സും പെൻസിലും അപ്പോൾ നമുക്ക് എന്തായാലും വേഗം കൊയിലാണ്ടി എത്തി. ഇവിടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നേരെ പോയിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം. പിന്നെ കൊയിലാണ്ടി പോയിട്ട് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ വേണ്ടുന്നെല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ ഒരു സമാധാനം. ഇപ്പം ലഞ്ച് ബോക്സ് ആയാലും എല്ലാം ഒരു സ്ഥലത്ത് തന്നെ എല്ലാം കിട്ടിയപ്പം നമ്മളതൊക്കെ നോക്കി. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, വീട്ടിലേക്കുള്ള ഇപ്പം അടിച്ചു വാരുന്ന ബക്കറ്റ്, മഗ് എല്ലാം വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ തപ്പി വാങ്ങി. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീട്ടിലേക്ക് നിൽക്കുമ്പോൾ ഇതേപോലെയായിരുന്നു ഓരോന്നും വാങ്ങിയതൊക്കെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും മാവി അതിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പം നമുക്ക് അത്രയ്ക്ക് സാധനമൊന്നും വേണ്ട, അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമാണ്. പക്ഷെ നമുക്ക് ഇപ്പം സ്കൂളിലേക്ക് പോകേണ്ടയും കാര്യങ്ങൾക്കും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പം വാങ്ങുന്നുള്ളൂ. ബബ്ലൂസിന് ബോക്സ്, അതുപോലെ തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം അത് അവനോട് ചോദിച്ചിട്ട് അവന് ഇഷ്ടപ്പെട്ടത് വാങ്ങുമ്പോൾ അവൻ്റെ സന്തോഷം ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞ വട്ടം അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ബബ്ലൂസിനെ കൂട്ടിപ്പോയിട്ട് നമ്മളെപ്പോഴും അവൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുക. കാരണം ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിലായാലും വാവയുടെ ചെറുപ്പത്തിലായാലും എല്ലാവരുടെ ചെറുപ്പത്തിലും ഇതൊക്കെ എന്നൊരു ഓർമ്മയായിരിക്കും. അപ്പം അവനോട് ചോദിച്ചിട്ട് അതൊക്കെ വാങ്ങി. അപ്പം റെയിൻകോട്ട്, ഇപ്പം മഴക്കാലാണല്ലോ, റെയിൻകോട്ടും കുടയും എല്ലാം. എന്താ ബബ്ലു, എന്തിനാ കമ്പ്യൂട്ടർ? ബേബിക്ക് വേണ്ടിയാ? ആണോ? അയ്യോടാ, ഏട്ടൻ ബേബിക്ക് വേണ്ടി വാങ്ങുക. കുറേ പൈസ ഉണ്ടോ? ബേബിക്ക് വേണ്ടി നോക്കുക ഏട്ടെ. കയ്യൊക്കെ ഇങ്ങനെ ആക്കണ്ടല്ലേ റോബോട്ട്? വാവേ സമാധാനമായി. ബബ്ലുവിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഏകദേശം കിട്ടിയില്ലേ? ഇനി നമ്മള് ഇപ്പം പുതിയ മാറി അങ്ങോട്ടേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങണം. ഐറ്റംസ് ചെറിയ ഓരോന്നും ക്ലീനിങ്ങിനും അങ്ങനത്തെ ചെറിയ ഹാൻഡ് വാഷ് അങ്ങനത്തെ കാര്യങ്ങൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട്
പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കുകയാണ്. അത്യാവശ്യം വേണ്ടുന്ന വളരെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടുന്ന് നോക്കി വാങ്ങുകയാണ്. ഇനി എന്തായാലും അടുത്തൊരു വ്ളോഗ് എടുക്കേണ്ടത് ബബ്ലൂസിൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളാണ്. ഈ സ്കൂളിൽ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. നമ്മളെ പ്രഗ്നൻസി കുറച്ച് ലേറ്റ് ആയതിനെ കൊണ്ടാണ് നേരത്തെ ആയതിനെ കൊണ്ടാണ് ബബ്ലൂസിൻ്റെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടും കയറാൻ കുറച്ച് നമ്മളെ തിരക്കൊണ്ട് ലേറ്റ് ആയത്. അപ്പോൾ സമാധാനമായില്ല, എല്ലാം കിട്ടിയില്ലേ? എല്ലാം കിട്ടിയില്ല, ഒരുവിധം വേണ്ട സാധനങ്ങൾ കിട്ടി. ബട്ട് നമ്മൾ വിചാരിച്ചേക്കാൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടി. അപ്പൊ സന്തോഷം. കുഞ്ഞുവാവ ആള് നല്ല ഉറക്കാണ്. ഇപ്പൊ അവനുറങ്ങും, ഞാൻ എപ്പോ കിടക്കുന്നു അപ്പൊ അവനെണീക്കും. അപ്പോൾ ഇനി എല്ലാവരും സ്കൂളിൻ്റെയൊക്കെ ജൂൺ 1, 2 നമ്മളിപ്പാണ് കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടാൻ പോകുന്നത്. നമ്മളെ ഫസ്റ്റ് ഡേ പുതിയ സ്കൂളിൽ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കാണാൻ, അത് വ്ളോഗ് ചെയ്യുന്നതായിരിക്കും, അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും അതൊക്കെ. അബൂഷ സ്കൂളിൽ പോകണ്ടേ? ഇപ്പോഴല്ലടാ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഷോപ്പ് ഓണേഴ്സിനോട് നിങ്ങൾ പ്രോഫിറ്റ് ലെവൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ആപ്പാണ് ക്രൗഡ് റീചാർജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ പ്രോഫിറ്റൊക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ സേഫ്റ്റീൻ്റെ കാര്യത്തിലൊന്നും ആരും പേടിക്കേണ്ട. BBPS സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. അപ് ടു 3.25% എല്ലാ ട്രാൻസാക്ഷനിലും കമ്മീഷൻ കിട്ടുന്നതാണ്. 24/7 കസ്റ്റമർ സപ്പോർട്ടും ഉണ്ട്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, എല്ലാവരും ഇപ്പം തന്നെ പോയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. പുതിയൊരു തുടക്കമാവട്ടെ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ.